I come from, I am coming from. ഈ രണ്ട് സെൻറ്റൻസുകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. ആദ്യം ഐ കം ഫ്രം എന്നുള്ളത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഐ ആം കമ്മിങ് ഫ്രം എന്നുള്ളത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പലപ്പോഴും ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഐ ആം കമ്മിങ് ഫ്രം കേരള ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാം. അങ്ങനെ പറയുമ്പോൾ ആ സെൻറ്റൻസ് അവിടെ തെറ്റാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഐ കം ഫ്രം കേരള എന്ന് പറയുക. ഐ ആം കമ്മിങ് ഫ്രം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ എവിടെ നിന്ന് വരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും ആളുകൾ പലപ്പോഴും തെറ്റായിട്ട് ചോദിക്കലുമുണ്ട്. വേർ ആർ യു കമ്മിങ് ഫ്രം എന്ന് ചോദിച്ചാൽ നീ ഇപ്പം എവിടുന്ന് വരുന്നു എന്നാണ്. വേർ ഡു യു കം ഫ്രം എന്ന് ചോദിച്ചാൽ നിൻ്റെ നാട് എവിടെയാണ് എന്നാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ, സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് ഐ കം ഫ്രം എന്നാണ്. ഓക്കെ, അതേപോലെ ഒരാൾ എവിടുന്ന് വരുന്നു എന്ന് ചോദിക്കണമെങ്കിൽ ചോദിക്കേണ്ടത് വേർ ഡു യു കം ഫ്രം. ഓക്കെ, നമുക്ക് ഐ കം ഫ്രം എന്നതിന് പകരമായിട്ട് പറയാവുന്ന ഏതാനും സെൻറ്റൻസുകളുണ്ട്. ഐ ആം ഫ്രം എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. ഐ ആം ഫ്രം കേരള, അല്ലെങ്കിൽ മൈ നേറ്റീവ് പ്ലേസ് ഈസ് കേരള, ഐ ബിലോങ് ടു കേരള. പിന്നെ മറ്റൊരു ഓൾഡ് യൂസേജാണ് ഐ ഹെയിൽ ഫ്രം കേരള. ഇതെല്ലാം കറക്റ്റാണ്, അപ്രോപ്രിയേറ്റഡ് ഉപയോഗിക്കാം. അതേസമയം ഐ ആം കമ്മിങ് ഫ്രം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ വരുന്നത്. അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റു ചില ഈക്വലൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ് ഐ ആം റിട്ടേണിങ് ഫ്രം, ഞാൻ അവിടെ പോയിട്ട് തിരിച്ചു വരികയാണ്. ഐ ഹാവ് ബീൻ ടു, ഞാൻ അവിടെ പോയായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ അപ്രോപ്രിയേറ്റ് ആയിരിക്കും. പലപ്പോഴും നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളോട് നമ്മൾ വേർ ആർ യു കമ്മിങ് ഫ്രം എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം നാട് എവിടെയാണ്, വീട് എവിടെയാണെന്നൊക്കെ ആയിരിക്കാം. പക്ഷേ അയാളത് മനസ്സിലാക്കുന്നത് ഇപ്പോൾ എവിടെ നിന്ന് വരുന്നു എന്നായിരിക്കാം. ഒരു പക്ഷേ അയാൾ പറഞ്ഞേക്കാം ഐ ആം കമ്മിങ് ഫ്രം ദി ടോയ്ലറ്റ്, ഐ ആം കമ്മിങ് ഫ്രം ദി ഹോട്ടൽ, ഐ ആം കമ്മിങ് ഫ്രം മൈ വർക്ക് പ്ലേസ്. ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കാം ആൻസർ. അപ്പം നമുക്കത് അത്ര നന്നായിട്ട് തോന്നില്ല.